നിവിൻ പോളിയുടെ ഒരു നല്ല ഗെറ്റപ്പിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ആക്ഷൻ ഹീറോ ബിജു ഈ ഗെറ്റപ്പിൽ തന്നെ ചെയ്യണം. എല്ലാവരും നന്നായിട്ടുണ്ട്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം ചേച്ചി പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. പടം ഇഷ്ടമായ ചേച്ചി പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേച്ചി പടം എങ്ങനെയുണ്ട്? ചേച്ചി പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടാ? പടം എങ്ങനെയുണ്ടാവും? സൂപ്പർ. പാട്ടും നല്ല ഡാൻസും എല്ലാം ഉണ്ട്. നല്ലൊരു മ്യൂസിക്കൽ എൻ്റർടൈനറാണ്. നടികളെ കുറിച്ച് എനിക്ക് വലിയ പരിചയമില്ല, എങ്കിലും അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു തിരുത്തലാണ്. നിവിൻ പോളി ആരാധകരെ സംബന്ധിച്ചോളം ഈ പടം ഒരു പ്രതിനിധികളാണ്. നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങളല്ല കുറച്ച് നാളുകളിൽ നിന്ന് മാറിയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ആ മേക്ക് ഓവർ, ആ ഫിഗറൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വർക്കൗട്ടിലൊക്കെ ഉണ്ട്. അതിനുശേഷം വരുന്നൊരു പടമാണ്. വരുന്ന പടം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു മിത്താണ് സംഭവം, ഒരു മിത്ത്. അല്ലാതെ എനിക്ക് യാഥാർത്ഥ്യമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ഒരു മിത്തിലൂടെ ഉണ്ടായ ഒരു സബ്ജക്റ്റാണ്. നമുക്കറിയാം പല ആത്മാക്കളും ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റിലായാലും നോർമൽ ഡെത്തായാലും മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം അതിന് ചില കർമ്മങ്ങളും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മരിച്ചുപോയ ആത്മാക്കൾ വിധി കിട്ടാതെ നടക്കുന്ന പ്രേതങ്ങളായി മാറുന്നു. അത്തരമൊരു കൺസെപ്റ്റ് ഇതിനകത്ത് വന്നേക്കുന്നത് യാഥാർത്ഥ്യമല്ല. എന്നാൽ നന്നായിട്ട് പടം ഒരു പറഞ്ഞ രീതിയൊക്കെ ഉള്ള സംവിധാനമൊക്കെ കൊള്ളാൻ ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാവരും നല്ലൊരു അവരവരുടെ വേഷം നന്നായിട്ട് കണ്ടിട്ടുണ്ട്. Okay, thank you. Saying that we couldn't understand the Malayalam, but we could understand the essence of the movie because it was so beautiful. Do you like Nivin Poli? Yeah, Nivin Poli, and also Delulu. We loved Delulu. Her character was so much fun. It was really fun to watch. Okay, thank you. Thank you for welcoming us to be able to watch it. Thank you. ഓഡിയൻസിൻ്റെ കൂടി ഇരുന്ന് വാച്ച് ചെയ്യുമ്പോൾ എന്തായാലും കോമഡിയൊക്കെ വർക്കാവും. ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിലും നിവിൻ്റെ ചാമിങ് നിവിനാണല്ലോ, അതിനകത്ത് ഉണ്ട്. എല്ലാവരും വാച്ചാണ്. നിവിൻ അജു വർഗീസ് കോമ്പോ ഒക്കെ ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ്. അവരോട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കോമഡിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിലുണ്ട്. ഫാമിലി ഓഡിയൻസിന് കണക്ട് ആവുന്ന പറയുന്നത് വർക്കാണ്. ഫാമിലി പടമാണ്, ധൈര്യമായിട്ട് കാണാം. നല്ല പടമാണ്. ചാമിങ് നിവിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. കോമഡിയൊക്കെ നല്ലോണം വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ ഹൊററൊന്നുമല്ല, വളരെ ലൈറ്റായിട്ട് ഇന്ന് വന്ന് കാണാം, ഹാപ്പി ആയിട്ട് കാണാൻ പോകാം. അങ്ങനെയല്ല, കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയാണ്. നല്ല സ്ക്രിപ്റ്റാണ്. കംബാക്ക് തന്നെയാണ്. പഴയ കോമ്പോ നല്ല കോമ്പോ ആണ്. കോമ്പോ ഒക്കെ അവർ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്ക്രിപ്റ്റുമാണ്, അതിനനുസരിച്ച് അവർ പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഡയറക്ഷൻ അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. ക്യാരക്ടേഴ്സ് എല്ലാം കംബാക്ക് തന്നെയാണ്. കളിക്കാറ്റില്ല, എല്ലാവർക്കും തിയേറ്ററിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി നല്ലോണം വിചാരിച്ചില്ല. ഡയറക്ഷൻ നല്ല
എല്ലാം നല്ലതാണ്. ശക്തമായി തിരിച്ചു കാണിക്കുന്നു. ശ്രീനിവാസ് മോളെ കണ്ടപോലെ ഫീലിംഗ് ആണ്. നിവിൻ പോളി അതുപോലെ ആ ടൈപ്പ് ആയിരുന്നാണ്. നിവിൻ പോളിക്ക് പഴയ ലാലേട്ട് നല്ല ഫില്ലാക്കി അജീസത്തിനാണ് സത്യമാണ് സീനിയായിട്ട് ഞാൻ വെച്ചു പോയിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയായിട്ട് കാണുന്നതാണ്. ലാഗ് അതൊന്നുമില്ല. എല്ലാം നല്ല മെസ്സേജും ഉണ്ട്. കാറ്റ് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് ഗ്രാമീണസം സെറ്റിങ്സും കാണിക്കുന്നില്ല. മെസ്സേജും ഉണ്ട്. എൻ്റർടൈനറും തോക്കോ നിവിൻ പോളി തോക്കോ നിവിൻ പോളി ശക്തമായി തിരിച്ചുവരവാണ്. നിവിൻ പോളി ക്രിസ്മസ് തൂക്കിയോ? ക്രിസ്മസ് തൂക്കി. നിവിൻ പോളിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. നിവിൻ പോളി തൂക്കി. ഒരു സംശയമില്ല. കാരണം പല പടങ്ങളിലും ശക്തമായി അതുപോലെ അല്ല ഈ കഥ പറഞ്ഞുകൊണ്ട് ഇത് നന്നായിട്ട് അഭിനയിച്ചിട്ട് നല്ല ഡയറക്ഷനാണ്, നല്ലൊരു എൻ്റർടൈനറാണ്, ഒപ്പം നല്ല മെസ്സേജും ഫിലിമാണ്. ഈ സിനിമ പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം? ഒരു സത്യത്തിക്ക ശ്രീനിവാസൻ മോഡൽ ഫിലിം കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ നല്ലൊരു നന്മയുള്ള ഫിലിമാണ്. ഒരു എൻ്റർടൈനറാണ്, ഒപ്പം മെസ്സേജും ഫാമിലി ആയിട്ടൊന്നും കാണാം. ഒരു വൾഗാരിറ്റി ഒന്നുമില്ല. നിവിൻ പോളി ഹ്യൂമർ കഥാപാത്രങ്ങൾ കുറേ നാളായി ഓർമ്മയുണ്ട്. പഴയ ലാലേട്ടാണ്. അതിൻ്റെ ലാലേട്ട് മുമ്പിൽ കൊണ്ടിരിക്കും. എനിക്ക് നല്ല പടമാണ്. എല്ലാവരും ഗെയിം പോയി കാണാം. ഒരുപാട് ഫൺ മൊമെന്റ്സ് ഉണ്ട്. കുറേ കോമഡി എലമെന്റ്സ് എല്ലാം വർക്കൗട്ട് ആയിട്ട് നമ്മുടെ ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണ്. അമലത്തെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അതിന് മുമ്പ് ചെയ്ത ത്രില്ലർ കൂടെ ഈ ഒരു ആഘോഷം, ഈ ഒരു സെലിബ്രേഷൻ വൈബിൽ കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്.